ഹലോ ഫ്രണ്ട്സ്, മിക്കോഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഭീമാപള്ളി വിശേഷങ്ങളാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി എന്ത് ചടങ്ങ്? നേർച്ച കൊണ്ടുപോകുന്ന ചടങ്ങാണ്. നേർച്ച എല്ലാ മതസ്ഥരും ഉണ്ട് കേട്ടോ. മുസ്ലിംസ് നേർച്ച പല രീതിയിലുള്ള നേർച്ച ആട് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഈ സൈഡിൽ നിൽപ്പുണ്ട്. നേർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഭീമാപള്ളിയിൽ നടക്കുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു നേർച്ചയാണ്. ആടൊക്കെ സംഭവം കൂടെ കയറുന്നുണ്ടോ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അടിക്കുന്നില്ലല്ലോ പിള്ളേർ. സമയം മതസൗഹാർദ്ദത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണത്തിന് ഒന്നാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഈ ഒരു ഒത്തുചേരൽ. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിലുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സംഗമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആടും മാടും, ഒട്ടകമില്ല, അതുകൊണ്ട് ആടും മാടും മാത്രമുള്ള ഇഷ്ടംപോലെ പേര് നമുക്ക് നേർച്ചയ്ക്ക് വേണ്ടി പോകുന്നത് നമുക്കിതാ കാണാൻ പറ്റും. നേർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും. റാത്തീബിൻ്റെ ഒരു ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്. അവരെ കാണാനില്ല. സ്പെഷ്യൽ നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ദഫ്മുട്ട് പരിപാടികളൊക്കെയാണ് സംഭവം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും റാത്തീബിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനുണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അനുബന്ധിച്ചിട്ടുള്ളതും അല്ലാതെ ഇഷ്ടംപോലെ പേര് നമുക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ദഫ്മുട്ട് വളരെ ഗ്രാൻഡായിട്ട് തന്നെ സംഭവം നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബാക്കിൽ ഇഷ്ടംപോലെ പേരുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഭീമാപള്ളിയിൽ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ മാത്രത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല എന്താ പ്രത്യേകത എന്താണ്? ഇന്ന് ചന്ദനക്കുഴ എടുത്തത് നല്ല പരിപാടിയാണ്. ലാസ്റ്റ് ദിവസമായി തുടങ്ങിയിരിക്കണ്. നാളെയും മറ്റന്നാളും പാടി നല്ല ആളുണ്ടാവും. വൈകുന്നേരം സ്പെഷ്യൽ ചടങ്ങ് എന്താണ്? ഇന്നിപ്പോ എല്ലാ ദിവസവും ഉള്ള ചടങ്ങ് തന്നെയാണ്. ചടങ്ങ് എല്ലാ ദിവസവും ഉള്ള ഇതാണ്. എല്ലാ ദിവസവും ഉള്ള ചടങ്ങ് തന്നെയാണ്. ചന്ദനക്കുഴ എടുക്കാന്ന് പറയും. ബാക്കിലതാ അതിന്റെ കൊടിയും മാലകളൊക്കെ വരുന്ന ദിവസം എന്താണ്? ചന്ദനക്കുട എന്താണ് ലാസ്റ്റ് ഞായറാഴ്ച അല്ല ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി അല്ലേ? തിങ്കളാഴ്ച വൈകുന്നേരം പരിപാടി കഴിയും. ചൊവ്വാഴ്ച പെലച്ചക്ക് 4 മണിയോട് കൂടെ അവസാനിക്കും പരിപാടി. കൊടിയിറങ്ങും. ഗവൺമെന്റ്
അവിടെ നിന്നും വൈശാഖ ടെസ്റ്റിൽ ഭീമാപള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്ത യാത്രക്കാർ ഈ പരിസരത്തുണ്ടെങ്കിൽ നേർച്ചയുടെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. കാസർഗോഡ് അവർക്ക് വൈശാഖ ടെസ്റ്റിൽ ദീപാവലി കലകാശ പരിസരത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻ കേസിന് സമീപം എത്തിച്ചേരുന്നത് Chairman Aslan Siyar, Vice Chairman Zubair, Convener Shafiq Bashir Yes, Bismillah Musliya, Captain Bashir Qasim, Vice Captain Maidin S.A. Rahman Gulam M. വേണ്ടി താനവനോടൻ മണ്ടാടി തക്കനൽ വര